മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഭാരതം 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ചയോടെ മാർപ്പാപ്പയുടെ ഭൗതികദേഹം വത്തിക്കാൻ ബസിലിക്കയിലെത്തിക്കും. അന്ന് മുതൽ വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. ഹൃദയസ്തംഭനവും മസ്തിഷ്കാഘാതവുമാണ് മരണകാരണമെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ നൽകുന്ന വിവരങ്ങൾ, ഒപ്പം പൊതുജനങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം. മറ്റൊരു വിഷയം, ഭാരതം ഈ ലോകമെമ്പാടുമുള്ള ഈ ദുഃഖം, വിശ്വാസികളുടെ ദുഃഖത്തോടൊപ്പം എങ്ങനെ ചേർന്ന് നിൽക്കുന്നു? തീർച്ചയായും വീണ, വത്തിക്കാനിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ബുധനാഴ്ച ആരംഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ തുടർ നടപടികൾ, അതായത് ഈ സംസ്കാര കർമ്മം സംബന്ധിച്ച ചില നിലപാടുകളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, വത്തിക്കാന് പുറത്തുള്ള ഒരു ബസിലിക്കയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹ സംസ്കാര കർമ്മം നടത്തണമെന്ന വിൽപത്രമെല്ലാം തന്നെ എഴുതി വച്ചിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് ആ നടപടികളാണ് പുരോഗമിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ പോപ്പിൻ്റെ മരണശേഷം ഉണ്ടാകുന്ന ആ കർമ്മങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ചില ചിട്ടകളുടെ ഭാഗമായാണ് നടക്കുക. അത്തരത്തിൽ ചിട്ടകളുടെ ഭാഗമായി നടക്കുന്ന ഈ ക്രിമേഷൻ ചടങ്ങുകൾ ബുധനാഴ്ചയോടെ ആരംഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ചില സാഹചര്യങ്ങളിൽ അത് നീളാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ 3 ദിവസത്തെ ദുഃഖാചരണം ഭാരതം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് സുപ്രധാന സംഭവവികാസങ്ങൾ, പോപ്പിൻ്റെ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും പുതിയതായി പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ മരണകാരണമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഇന്നലെ കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആഘോഷത്തിലെല്ലാം തന്നെ കാര്യമായി പങ്കെടുത്ത അദ്ദേഹം പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിക്കുകയും അനുബന്ധമായി സ്ട്രോക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇനി തുടർന്നുള്ള ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് അതിൻ്റെ ചിട്ടവട്ടങ്ങളനുസരിച്ച് നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, പോപ്പ് എന്ന് കേവലം ഒരു പോപ്പ് എന്നതിനപ്പുറം, അല്ലെങ്കിൽ ഒരു മാർപ്പാപ്പ എന്ന പദവിക്കും അപ്പുറം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. സ്വാഭാവികമായും വളരെയധികം ജനകീയനായി മാറിയ, അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്ന്, പ്രത്യേകിച്ചും ഈ പോപ്പിൻ്റെ മരണം സംബന്ധിച്ച വിശദീകരണം അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകുന്ന ആ സമയത്ത് തന്നെ ആ റിപ്പോർട്ട് നൽകിയ കർദിനാൾ വളരെ കൃത്യമായി പറഞ്ഞത്, അധസ്ഥിതരുടെയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം നിന്ന് ഒരു ജീവിതം മുഴുവൻ അതിനായി ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ജനകീയ ബന്ധവും അല്ലെങ്കിൽ മനുഷ്യനോടുള്ള സ്നേഹവും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് അന്തിമോപചാരം അർപ്പിക്കാനും വൈകാരികമായ ഒരു അടുപ്പം അദ്ദേഹത്തോടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർ നടപടികൾ ഓരോ ഘട്ടം ഘട്ടമായി പുരോഗമിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി ആരായിരിക്കും കാർമ്മികത്വം വഹിക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം തന്നെ വൈകാതെ നമുക്ക് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഭാരതത്തിൽ നിന്നുൾപ്പെടെയുള്ള കർദിനാൾമാർ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ക്ലീമിസ് കാത്തോലിക്ക ഭാവയൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക, അങ്ങോട്ട് എത്താറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ലോകം മുഴുവനുമുള്ള കർദിനാൾമാരുടെ ഒരു സംഗമം തന്നെ, അല്ലെങ്കിൽ അത്രയും കർദിനാൾമാർ അവിടെ എത്തും. തുടർന്ന് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് കർദിനാൾമാർ എത്തുന്നത്, അല്ലെങ്കിൽ ബിഷപ്പ്മാരും മറ്റു ഉന്നത ആത്മീയ നേതൃത്വം വഹിക്കുന്നവരും വത്തിക്കാനിൽ എത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം, ബുധനാഴ്ചയോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, അല്ലെങ്കിൽ അതിനുള്ള പൊതു ദർശനത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു എന്ന വിവരം തന്നെയാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാനാകുന്നത്. ശരി ഐസൺ.